ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോട്ടൽ സൊല്യൂഷൻസ് ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ എങ്ങനെ അസംബിൾ ചെയ്യാം എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൻ്റെ അസംബ്ലിങ്ങിനെ കുറിച്ച് വിശദമായിട്ട് അറിയുന്നതിന് 2 പാർട്ട് ആയിട്ടുള്ള ഈ വീഡിയോ പൂർണ്ണമായും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. നമ്മളുടെ ചാനലിലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. ടെക്നോളജി സംബന്ധമായി നമ്മളുടെ ചാനലിലുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി നമ്മളുടെ ചാനൽ വിസിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. Requirements for assembling a desktop computer. First, processor. Second, motherboard with SATA capable. Third, memory. Fourth, hard drive, SATA capable. Optical drive, computer case, power supply, SATA cables, processor fan, screws for case and drives, keyboard, mouse, monitor, front panel connectors including front USB. അതായത് ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യുന്നതിന് നമുക്ക് ആവശ്യമായ കമ്പോണൻസിൻ്റെ ലിസ്റ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ ഒന്ന് വായിക്കാം. 1 പ്രോസസ്സർ, അതായത് CPU. 2 മദർ ബോർഡ്. 3 മെമ്മറി. 4 ഹാർഡ് ഡ്രൈവ്. 5 ഒപ്റ്റിക്കൽ ഡ്രൈവ്. 6 കമ്പ്യൂട്ടർ കേസ്. 7 പവർ സപ്ലൈ. 8 സാറ്റ കേബിൾ. 9 പ്രോസസ്സർ ഫാൻ. 10 സ്ക്രൂസ്. 11 കീബോർഡ്. 12 മൗസ്. 13 മോണിറ്റർ. 14 ഫ്രണ്ട് പാനൽ കണക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് USB. ഇത്രയും കമ്പോണൻസ് ആണ് നമുക്ക് ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഈ ഓരോ കമ്പോണൻസും എന്താണെന്ന് നമുക്ക് ആദ്യമായി വിശദമായിട്ടൊന്ന് നോക്കാം. പ്രോസസ്സർ ഓർ CPU. This image shows 64-bit Intel i3, i5, i7 processors and AMD Ryzen processor. We can choose any processor as per our requirement and budget price. പ്രോസസ്സർ അഥവാ CPU. ഈ ഇമേജിൽ നമ്മൾ കാണുന്നത് ഇന്റൽ എന്ന് പറയുന്ന കമ്പനിയുടെ i3, i5, i7 പ്രോസസ്സറുകളും AMD എന്ന് പറയുന്ന കമ്പനിയുടെ റൈസൺ എന്ന് പറയുന്ന ഒരു പ്രോസസ്സറുമാണ്. പ്രോസസ്സറാണ് കമ്പ്യൂട്ടറിൻ്റെ മാസ്റ്റർ ബ്രെയിൻ. പ്രോസസ്സറിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ത് ആവശ്യത്തിനാണോ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചാണ് പ്രോസസ്സറുകൾ തിരഞ്ഞെടുക്കേണ്ടത്. ചെറിയ ആവശ്യങ്ങൾക്കാണെങ്കിൽ അതനുസരിച്ച് ലോ ബഡ്ജറ്റുള്ള പ്രോസസ്സറുകൾ മതിയാവും. അല്ലാതെ ഹൈ എൻഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്, വീഡിയോ എഡിറ്റിംഗ് പോലെയുള്ള ഹൈ എൻഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനായിട്ട് പ്രത്യേകം കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോസസ്സറുകളാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. ജനറലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പ്രോസസ്സറുകളുടെ ലിസ്റ്റ് ഇതിൽ കൊടുത്തുവെന്നേ ഉള്ളൂ. നമ്മളുടെ സാധാരണ ഒരു ഉപയോഗത്തിനാണെങ്കിൽ ഇന്റൽ i3 ലെവലിൽ നിൽക്കുന്ന ഒരു പ്രോസസ്സർ നമുക്ക് മതിയാവും. സെക്കൻഡ് കമ്പോണന്റ് motherboard SATA capable. Major types of motherboard specifications are shown in the image. We have to choose motherboards that is compatible with the processor. The socket type of motherboard should match with the processor. Then only we can insert the processor to processor socket on the motherboard. We can choose the correct motherboard by reading the form factor of the motherboard. Motherboard form factor is the specification of the motherboard, that is dimensions, power supply type, location of mounting holes, number of ports on the back panel, etc. അതായത് ഈ ചിത്രത്തിൽ കാണുന്നത് സ്റ്റാൻഡേർഡ് ടൈപ്പ് ആയിട്ടുള്ള കുറച്ച് മദർ ബോർഡ്സിൻ്റെ സ്പെസിഫിക്കേഷനാണ്. അതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ATX, മൈക്രോ ATX, മിനി ITX, നാനോ ITX, പൈക്കോ ITX എന്നിങ്ങനെ ഒരു അവൈലബിൾ ആയിട്ടുള്ള ഡയമെൻഷൻസ് ആണ്. മദർ ബോർഡ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് പ്രോസസ്സറാണോ വാങ്ങിക്കുന്നത് ആ പ്രോസസ്സർ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന സോക്കറ്റ് ഉള്ള മദർ ബോർഡുകളാണ് നമ്മൾ വാങ്ങേണ്ടത്. അതിൻ്റെ ഏത് ടൈപ്പ് മദർ ബോർഡ് ഏത് പ്രോസസ്സറിന് കമ്പാക്റ്റബിൾ ആണെന്നുള്ളത് മദർ ബോർഡിൻ്റെ ഫോം ഫാക്ടർ, അതായത് അതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളുടെ ആവശ്യത്തിനുള്ള ഒരു പ്രോസസ്സർ സെലക്ട് ചെയ്യുക. ആ പ്രോസസ്സറിന് കമ്പാക്റ്റബിൾ ആയിട്ടുള്ള ആ പ്രോസസ്സർ
പ്ലേസ് ചെയ്യാൻ പറ്റുന്ന കൃത്യമായ സോക്കറ്റുള്ള മദർ ബോർഡാണ് നമ്മൾ നോക്കി വാങ്ങിക്കേണ്ടത്. മദർ ബോർഡ്സിന് കുറച്ച് എക്സാമ്പിളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ജിഗാബൈറ്റ്, അസ്രോക്ക്, അസ്യൂസ്, NZ, XT, സെബ്രോണിക്സ്, ഫ്രോണ്ടെക് എന്നിവ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില മദർ ബോർഡുകളാണ്. തേർഡ് കമ്പോണന്റ് ഈസ് memory or RAM. This is the main memory of the computer. It is measured in gigabytes. RAM capacity determines how much data applications can store and how many applications can run at once. We have to choose RAM which is compatible to the motherboard. DDR5 is the latest generation of memory. Its previous generation is SDR. SDR means single data rate. DDR means ഡബിൾ ഡാറ്റ റേറ്റ്. മെമ്മറി അഥവാ റാം എന്ന് പറയുന്നതാണ് കമ്പ്യൂട്ടറിന്റെ പ്രൈമറി മെമ്മറിയിൽ വരുന്ന മെമ്മറിയാണ്. അതായത് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുമ്പോൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഈ മെമ്മറിയിലാണ്. ഇതിന്റെ മെഷർമെന്റ് വരുന്നത് ജിഗാബൈറ്റിലാണ്. ജിഗാബൈറ്റ് അനുസരിച്ചാണ് ഇതിന്റെ കപ്പാസിറ്റി നമ്മൾ പറയുന്നത്. കപ്പാസിറ്റി അനുസരിച്ചാണ് അതിൻ്റെ എത്ര ഡാറ്റ അതിന് സ്റ്റോർ ചെയ്യാൻ സാധിക്കുമെന്നും എത്ര ആപ്ലിക്കേഷൻസ് ഒരേ സമയം കമ്പ്യൂട്ടറിൽ നമുക്ക് റൺ ചെയ്യാൻ സാധിക്കും എന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ കപ്പാസിറ്റിയുള്ള റാം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ നല്ല സ്പീഡിൽ ഒരേ സമയം കൂടുതൽ ആപ്ലിക്കേഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ റാം ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മദർ ബോർഡിൽ ഏത് ആണോ അതിൻ്റെ റാമിൻ്റെ സ്ലോട്ട് ഉള്ളത് അതുമായിട്ട് കമ്പാറ്റബിൾ ആയിട്ടുള്ള റാം തന്നെ നമ്മൾ ചൂസ് ചെയ്യണം. റാമിൻ്റെ ഒരു ഇമേജ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിൽ DDR, DDR2, DDR3, DDR4 എന്നിങ്ങനെയാണ് ഇപ്പോൾ വരുന്ന മെമ്മറി അറിയപ്പെടുന്നത്. ആദ്യകാലത്ത് ഇതിന്റെ പ്രീവിയസ് ജനറേഷൻ എന്ന് പറയുന്നത് SDR, അത് സിംഗിൾ ഡാറ്റ റേറ്റ് എന്നാണ് ആ മെമ്മറി അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ വരുന്നത് അതിനുശേഷം വരുന്ന ജനറേഷനാണ് DDR, അതായത് ഡബിൾ ഡാറ്റ റേറ്റ്. SDR-നേക്കാളും ഫാസ്റ്റായിട്ട് അതിന്റെ ഇരട്ടി സ്പീഡിൽ വർക്ക് ചെയ്യാൻ കഴിവുള്ള മെമ്മറിയാണ് DDR. DDR-ൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് DDR5 ആണ്. DDR4ഉം ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളുടെ മദർ ബോർഡ് ഏതാണോ അതിന് കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു DDR മെമ്മറിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഒരു നോർമൽ യൂസിനാണെങ്കിൽ 4GB കപ്പാസിറ്റി ഉള്ള ഒരു മെമ്മറി ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഫോർത്ത് കമ്പോണന്റ് ഹാർഡ് ഡ്രൈവ്. ഹാർഡ് ഡിസ്ക് ഡ്രൈവ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് 2 ടൈപ്പാണ്. അതിന്റെ ഇമേജ് ആണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഫോർത്ത് കമ്പോണന്റ് ഹാർഡ് ഡ്രൈവ്. ദിസ് ഇമേജ് ഷോസ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ആൻഡ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. ദിസ് ഈസ് ദ സെക്കൻഡറി മെമ്മറി ഓഫ് അവർ കമ്പ്യൂട്ടർ. വി ക്യാൻ ചൂസ് എനി ഓഫ് ദിസ് ആസ് പെർ ദി സ്റ്റോറേജ് കപ്പാസിറ്റി വി റിക്വയർഡ്. SSD ഈസ് മോർ ഫാസ്റ്റർ ദാൻ HDD. ഹെൻസ് പ്രൈസ് ഈസ് ആൾസോ ഹൈ കമ്പയർഡ് ടു HDD. അതായത് ഈ ഇമേജിൽ കാണിച്ചിരിക്കുന്നത് ഹാർഡ് ഡിസ്ക് ഡ്രൈവും സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവുമാണ്. ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് അതൊരു മാഗ്നറ്റിക് ഡിസ്ക് ആണ്, ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഡിവൈസ് ആണ് SSD അഥവാ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്ന് പറയും. ഇതൊരു മെമ്മറി കാർഡ് പോലെയുള്ള ഒരു ഡിവൈസ് ആണ്. ഇതിൽ ഏത് വേണമെങ്കിൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇത്ര സ്റ്റോറേജ് കപ്പാസിറ്റി ആണ് നമുക്ക് ആവശ്യമുള്ളത്, അതിനനുസരിച്ചുള്ള ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ SSD ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. The component is optical drive. This image shows DVD rewritable drive. We can choose this drive to read and write CDs and DVDs. അഞ്ചാമത് വരുന്ന കമ്പോണന്റ് ആണ് ഒപ്റ്റിക്കൽ ഡ്രൈവ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ CD അല്ലെങ്കിൽ DVD റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ്. ഒരു DVD റീറൈറ്റബിൾ ഡ്രൈവ് ആണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ അതിൽ DVD റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും CD റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സാധിക്കും. സിക്സ്ത് component computer case. We can choose a computer case which has built-in SMBS or without SMBS. If the case has no built-in SMBS, we have to purchase an SMBS. ആറാമത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കമ്പ്യൂട്ടറിന്റെ കേസ് എന്ന് പറയുന്നത്. ഈ കേസിലാണ് നമ്മൾ കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കേസ് പലവിധം നമുക്ക് അവൈലബിൾ ആണ്. അതിൽ SMBS അതിൽ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള കേസുകളുമുണ്ട്, SMBS ഇല്ലാത്ത കേസുകളും അവൈലബിൾ ആണ്. SMBS ഇല്ലാത്ത കേസ് ആണെങ്കിൽ നമ്മൾ നമ്മളുടെ മദർ ബോർഡിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു SMBS അഡീഷണൽ ആയിട്ട് വാങ്ങേണ്ടി വരും. സെവൻത് കമ്പോണന്റ് പവർ സപ്ലൈ ഓർ SMBS. AT and ATX SMBS. AT or Advanced Technology Power Supply was the standard power supply used in PCs in 1990s and early 2000s, whereas the ATX Advanced Technology Extended Power Supply was the standard power supply used in
modern personal computers. ATX power supply is basically an improved version of the AT power supply. കമ്പ്യൂട്ടറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം ആണ് പവർ സപ്ലൈ അഥവാ SMPS എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് പവർ സപ്ലൈ ആണ് നമ്മളൊന്ന് പരിചയപ്പെടുന്നത്. AT പവർ സപ്ലൈ എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ടെക്നോളജി പവർ സപ്ലൈ എന്നാണ് അത് അറിയപ്പെടുന്നത്. അത് 90-2000 കാലഘട്ടം വരെയാണ് അത് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ATX എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലുള്ള പവർ സപ്ലൈ ആണ്. അഡ്വാൻസ്ഡ് ടെക്നോളജി എക്സ്റ്റെൻഡഡ് എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. അത് ATXന്റെ ഒരു ഇംപ്രൂവ്ഡ് വെർഷനാണ്. ഈ പവർ സപ്ലൈയിലുള്ള കണക്ടേഴ്സ് ആണ് താഴത്തെ ഇമേജിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ നോക്കിയാൽ നമുക്ക് കാണാം സാറ്റ പവർ പോർട്ട് ആണ് ആദ്യം കാണുന്നത്. പിന്നീട് ഒരു മോളെക്സ് 4 പിൻ ഉണ്ട്. അത് നമ്മൾ അങ്ങനെ കോമൺ ആയിട്ട് ഉപയോഗിക്കാറില്ല. പിന്നീട് ഒരു 4 പിൻ കണക്ടർ ഉണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൽ വരുന്നത് മദർ ബോർഡിലേക്ക് പവർ കൊടുക്കുന്ന ഒന്നാണ് 24 പിന്നിന്റെ പവർ കണക്ടർ. ഇതിൽ ഈ സെക്കൻഡ് ഇമേജിൽ കാണിച്ചിരിക്കുന്നതാണ് അതിന്റെ 24 പിന്ന് പവർ കണക്ടർ. പിന്നീട് തേർഡ് ഇമേജിൽ കാണുന്നത് 4 പിന്ന് അല്ലെങ്കിൽ 8 പിൻ വരുന്ന ഒരു പവർ കണക്ടറാണ്. ഇത് നമ്മുടെ മദർ ബോർഡിൽ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ഒരു പവർ കണക്ടറാണ്. ചില പ്രോസസ്സറുകൾക്ക് അഡീഷണൽ പവർ ആവശ്യം ആയിട്ട് വരുമ്പോൾ ഇത്തരത്തിൽ അതിന് അഡീഷണൽ ആയിട്ട് പ്രോസസ്സറുകൾക്ക് പവർ കൊടുക്കാൻ വേണ്ടിയാണ് ഈ 4 പിൻ അല്ലെങ്കിൽ 8 പിൻ കണക്ടർ നമ്മൾ ഉപയോഗിക്കുന്നത്. 8th കമ്പോണന്റ് സാറ്റ കേബിൾ. സാറ്റ മീൻസ് സീരിയൽ അഡ്വാൻസ്ഡ് ടെക്നോളജി അറ്റാച്ച്മെന്റ്. ദിസ് കേബിൾ ഈസ് യൂസ്ഡ് ടു കണക്ട് hard disk drives and optical drives. Initially, IDE were used to connect drives. ആദ്യത്തെ ഇമേജിൽ കാണുന്നത് സാറ്റ കേബിൾ ആണ്. രണ്ടാമത്തെ ഇമേജിൽ കാണുന്നതാണ് IDE കേബിൾ. സാറ്റ എന്ന് പറഞ്ഞാൽ സീരിയൽ അഡ്വാൻസ്ഡ് ടെക്നോളജി അറ്റാച്ച്മെന്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. IDE എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ഡ്രൈവ് ഇലക്ട്രോണിക്സ് എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. IDE കേബിളുകളാണ് ആദ്യകാലത്ത് നമ്മൾ ഹാർഡ് ഡിസ്കും ഒപ്റ്റിക്കൽ ഡ്രൈവും കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ആദ്യത്തെ പിക്ചറിൽ കാണുന്ന സാറ്റ ടൈപ്പ് കേബിളുകളാണ്. 9th കമ്പോണന്റ് പ്രോസസർ ഫാൻ. ദിസ് ഫാൻ ഈസ് യൂസ്ഡ് ടു കൂൾ പ്രോസസർ. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്ലേസ്ഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദി പ്രോസസർ ആഫ്റ്റർ അപ്ലൈയിങ് തെർമൽ പേസ്റ്റ്. ദിസ് തെർമൽ പേസ്റ്റ് അലൗസ് എഫിഷ്യന്റ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം പ്രോസസർ ടു ഹീറ്റ് സിങ്ക് അറ്റാച്ച്ഡ് ടു ഫാൻ. 9ാമത്തെ ഒരു കമ്പോണന്റ് ആണ് പ്രോസസർ ഫാൻ എന്ന് പറയുന്നത്. പ്രോസസർ ഫാൻ ഉപയോഗിക്കുന്നത് നമ്മളുടെ പ്രോസസ്സറിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ പ്രോസസ്സർ മദർ ബോർഡിൽ പ്ലേസ് ചെയ്തതിന് ശേഷം അതിന് പുറത്തൊരു തെർമൽ പേസ്റ്റ് അപ്ലൈ ചെയ്യും. തെർമൽ പേസ്റ്റ് ഉപയോഗിക്കുന്നത് ഹീറ്റ് കറക്റ്റായിട്ട് ഹീറ്റ് സിങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് അത് എഫക്റ്റീവായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ പ്രോസസ്സർ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് ഈ തെർമൽ പേസ്റ്റ് വഴി പ്രോസസ്സർ ഫാനിന്റെ ഹീറ്റ് സിങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അതിന് മേളിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫാൻ ഹീറ്റ് സിങ്ക് കൂളാക്കുന്നതനുസരിച്ച് പ്രോസസ്സർ ഓവർ ഹീറ്റ് ആകാതെ വർക്ക് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. നമ്മൾ പ്രോസസ്സർ വാങ്ങിക്കുമ്പോൾ ബോക്സ് ടൈപ്പ് ആയിട്ടുള്ള കമ്പനിയുടെ റീറ്റെയിൽ പ്രോസസ്സറാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിനകത്ത് ബിൽറ്റിൻ ആയിട്ട് തന്നെ അതിന്റെ കൂട്ടത്തിൽ പ്രോസസ്സർ ഫാനും ഉണ്ടാകും. 10th കമ്പോണന്റ് ഈ സ്ക്രൂസ് ഫോർ കേസ് ആൻഡ് ഡ്രൈവ്സ്. These screws are used to fix motherboard on computer case, fix hard drives and optical drives, and to fix side panel of the case. സ്ക്രൂസിന്റെ ഉപയോഗം എന്ന് പറയുന്നത് മദർ ബോർഡ് നമ്മൾ കമ്പ്യൂട്ടർ കേസിനകത്ത് ഫിക്സ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക്, ഒപ്റ്റിക്കൽ ഡിസ്ക്, ഡ്രൈവുകളും സൈഡ് പാനലും ഒക്കെ കമ്പ്യൂട്ടറിൽ കൃത്യമായി ഫിക്സ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്ക്രൂസ് നമ്മൾ ഉപയോഗിക്കുന്നത്. 11th കമ്പോണന്റ് കീബോർഡ്. വി ക്യാൻ യൂസ് എയ്തർ വയർഡ് കീബോർഡ് വിത്ത് USB കണക്ടർ ഓർ വയർലെസ് കീബോർഡ് വിത്ത് USB ഡോങ്കിൾ. 11ാമത് വരുന്ന ഒരു കമ്പോണന്റ് ആണ് കീബോർഡ് എന്ന് പറയുന്നത്. കീബോർഡ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നെങ്കിൽ വയേർഡ് കീബോർഡ്, USB കണക്ടറുള്ള വയേർഡ് കീബോർഡ് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വയർലെസ് ആയിട്ടുള്ള കീബോർഡുകൾ ഉണ്ടാകും. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ലഭിക്കുന്ന ഒരു USB ഡോങ്കിൾ നമ്മൾ USB പോർട്ടിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വയർലെസ് കീബോർഡും ഉപയോഗിക്കാൻ സാധിക്കും. 12th കമ്പോണന്റ് മൗസ്. വി ക്യാൻ യൂസ് ഐദർ വയേർഡ് മൗസ് വിത്ത് USB കണക്ടർ ഓർ വയർലെസ് മൗസ് വിത്ത് USB ഡോങ്കിൾ. കീബോർഡിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒന്നുകിൽ നമുക്ക് USB കണക്ടറുള്ള വയേർഡ് മൗസ് ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വയർലെസ് മൗസ് നമുക്ക് ഉപയോഗിക്കാം. 13th കമ്പോണന്റ് മോണിറ്റർ. വി ക്യാൻ യൂസ് LCD ഓർ LED മോണിറ്റർ വിത്ത് കൺവീനിയന്റ് സൈസ് ആസ് പെർ റിക്വയർമെന്റ്. 13ാമത് വരുന്ന ഒരു കമ്പോണന്റ് ആണ് മോണിറ്റർ എന്ന് പറയുന്നത്.
LED-യോ LCD-യോ മോണിറ്റർ നമുക്ക് ഉപയോഗിക്കാം. എത്ര ഇഞ്ച് മോണിറ്ററാണ് നമുക്ക് ആവശ്യമുള്ളത് ആ വലിപ്പത്തിലുള്ള മോണിറ്റർ തിരഞ്ഞെടുക്കാം. ഈ മോണിറ്ററിൻ്റെ കണക്ടറാണ് ഈ റൈറ്റ് സൈഡിലുള്ള ഇമേജിൽ കാണുന്നത്. ആദ്യത്തെ ഇമേജ് വരുന്നത് VGA കണക്ടറാണ്. കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള കണക്ടറാണ്. പിന്നീട് ലേറ്റസ്റ്റ് വരുന്ന മോണിറ്ററുകൾ താഴെ കാണുന്ന HDMI കേബിളുകളും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. Print the component front panel connectors including front USB. These connectors can be connected as per the marking in the motherboard. 14ാമത് വരുന്ന ഒരു കമ്പോണന്റ് ആണ് ഫ്രണ്ട് പാനൽ കണക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ ആദ്യത്തെ ചിത്രത്തിൽ നോക്കുക, അതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന കുറച്ച് കണക്ടേഴ്സ് കാണാം. സ്പീക്കർ, HDD LED, പവർ LED, റീസെറ്റ് SW, പവർ SW എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് സ്പീക്കർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന് കേസിനുള്ളിൽ ഒരു ചെറിയ സ്പീക്കർ ഉണ്ടാവും. അതിലേക്കുള്ള കണക്ഷനാണ് ഈ സ്പീക്കർ എന്ന് പറയുന്നത്. HDD LED എന്ന് പറയുന്നത് കേസിന്റെ ഫ്രണ്ടിൽ ഒരു LED ഉണ്ടാവും. ഹാർഡ് ഡിസ്കിന്റെ വർക്കിംഗ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അതിലേക്കുള്ള കണക്ടറാണ് ഈ HDD LED എന്ന് പറയുന്നത്. പിന്നീട് വരുന്നതാണ് പവർ LED. അതായത് നമ്മൾ കമ്പ്യൂട്ടറിന്റെ പവർ ഓൺ ആക്കുമ്പോൾ കമ്പ്യൂട്ടറിൽ പവർ ഉണ്ട് എന്ന് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പവർ LED. പിന്നീട് വരുന്നതാണ് റീസെറ്റ് സ്വിച്ച്. അതാണ് റീസെറ്റ് SW എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. കമ്പ്യൂട്ടർ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സ്വിച്ച് നമുക്ക് ഉപയോഗിക്കാം. പിന്നീട് വരുന്നതാണ് പവർ SW. പവർ സ്വിച്ചിലേക്കുള്ള കണക്ടറാണിത്. കമ്പ്യൂട്ടർ പവർ ഓൺ ചെയ്യുന്നതിന് ഈ സ്വിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നീട് രണ്ടാമത്തെ ഇമേജിൽ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ കണക്ടേഴ്സ് മദർ ബോർഡിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഡയഗ്രമാണ്. ഈ രീതിയിൽ മദർ ബോർഡിലും അതിൻ്റെ മാർക്കിംഗ് ഉണ്ടാവും, കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ മാർക്കിങ്ങിലേക്കാണ് നമ്മൾ ഈ ഓരോ കണക്ടേഴ്സും കണക്ട് ചെയ്യേണ്ടത്. പിന്നീട് മൂന്നാമത് വരുന്നതാണ് ഫ്രണ്ട് USB-യുടെ കണക്ടർ. അതായത് മദർ ബോർഡിൽ USB കണക്ടേഴ്സ് ഉണ്ടാകും, USB പോർട്ടുകൾ ഉണ്ടാകും. അത് കൂടാതെ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ എപ്പോഴും നമുക്ക് USB ഡിവൈസസ് കണക്ട് ചെയ്യേണ്ടി വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന വിധത്തിൽ കമ്പ്യൂട്ടർ കേസിന്റെ ഫ്രണ്ടിൽ USB കണക്ടേഴ്സ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രണ്ട് USB നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ഫ്രണ്ട് USB-യും അതിന്റെ കണക്ടേഴ്സുമാണ് ചിത്രത്തിൽ കാണുന്നത്. ഈ കണക്ടേഴ്സ് നമ്മൾ മദർ ബോർഡിൽ ഇത് കണക്ട് ചെയ്യാനുള്ള ഒരു സ്ലോട്ട് ഉണ്ടാവും. ആ സോക്കറ്റിലേക്കാണ് ഫ്രണ്ട് USB-യുടെ കണക്ടർ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കമ്പ്യൂട്ടറിന്റെ എല്ലാ കമ്പോണൻസും വിശദമായി പരിചയപ്പെട്ടു കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ ഈ കമ്പോണൻസ് എല്ലാം സെറ്റ് ചെയ്ത് എങ്ങനെയാണ് ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യുന്നത് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ടോട്ടൽ സൊല്യൂഷൻസ് ഇൻഫോടെക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം.